അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. നമ്മൾ ഇതിനു മുമ്പ് റീസെന്റ് ഇപ്പൊ കുറെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ ഡിഫറെന്റ് ഡിസൈൻസ് ആണ്, 3 ഡിസൈൻസിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 42 റുപ്പീസ് പെർ മീറ്റർ ആണ് ഫാബ്രിക്കിന്റെ പ്രൈസ് വരുന്നത്. 42 ഇഞ്ച് ആണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോനകത്ത് കുഞ്ഞ് പ്രിന്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഉള്ളത്. വളരെ ചെറിയ പ്രിന്റ് ആണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലത്തെ പ്രിന്റ് ആണ്. കളേഴ്സ് ആയാലും അതുപോലെ തന്നെ ഒരുപാട് ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ആയിട്ടുള്ളതല്ല. ഇങ്ങനെയാണ് കേട്ടോ, വളരെ കുഞ്ഞ് പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ചെറിയ ചെറിയ പൂക്കളാണ്. അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇത് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. നമുക്കിങ്ങനെ ബോഡി ഹഗ്ഗിങ് പോലെ കിടക്കാവുന്ന പോലെ, ഇങ്ങനെ ഒട്ടി കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്യാം. ഈ പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് കുർത്തികളൊക്കെ ചെയ്യാവുന്നതാണ്. അധികം പേരും തന്നെ എനിക്ക് തോന്നുന്നു ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് വാങ്ങിക്കുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് ഈ ഒരു ഡിസൈനിന്റെ 3 കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. ഒന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കളറിലാണ്. സെയിം പ്രിന്റ് തന്നെയാണ്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. 4 കളറും, ഈ ഒരു പ്രിന്റിന്റെ 4 കളറും നല്ലത് തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഗ്രീനിനകത്താണ്. ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാം. ചെറിയ വീട്ടിലിടാവുന്ന പോലത്തെ പലാസോ പാന്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ചെറിയ ടോപ്പിന് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഗ്രീൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനകത്ത് പോകുന്നതും ചെറിയ ചെറിയ പൂക്കൾ തന്നെയാണ്. ലാസ്റ്റ് വൺ, ഈ പ്രിന്റിനകത്ത് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന കളറിന് മാച്ച് ചെയ്യുന്ന കളറാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡിസൈനിന്റെ 4 കളേഴ്സ് കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ഡിസൈൻ ആണ്. ഇതും ചെറിയ പ്രിന്റ് തന്നെയാണ്, പക്ഷെ ആദ്യം കണ്ട പ്രിന്റിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വലുതല്ല, കുറച്ചും കൂടെ ഇതിനകത്തുള്ള പ്രിന്റ് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഗ്രീനിനകത്തേക്ക് ഒരു റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. അമേരിക്കൻ ക്രേപ്പ് ആണ് ഫാബ്രിക്. 42 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇതിന്റെ 3 കളറും കൂടെ അവൈലബിൾ ആ. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ്. പർപ്പിളിനകത്തേക്ക്, ഡാർക്ക് ആയിട്ടുള്ള പർപ്പിളിനകത്തേക്ക് സെയിം പ്രിന്റ് തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 42 ഇഞ്ച് ആണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. 42 റുപ്പീസ് ആണ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിനകത്ത് സെയിം പ്രിന്റ് തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് വൺ ഗ്രീൻ കളറാണ്. ആദ്യം നമ്മൾ ആ ഒരു ചെറിയ പ്രിന്റിൽ കണ്ട ഗ്രീൻ അല്ല, കുറച്ചും കൂടിയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഇതിനകത്തും സെയിം പ്രിന്റ് തന്നെ. ഇപ്പൊ നമ്മൾ 2 പ്രിന്റിന്റെ 4 കളേഴ്സ് കണ്ടു കഴിഞ്ഞു. 42 റുപ്പീസ് പെർ മീറ്റർ, 42 ഇഞ്ച് വിഡ്ത്തിൽ അമേരിക്കൻ ക്രേപ്പ് ഫാബ്രിക് ആണ് കാണുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വേറൊരു പ്രിന്റ് ആണ്. ഇത് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ്, പക്ഷെ ഒരുപാട് ചെറുതല്ല. പ്രിന്റ് ചെറുതാണ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെ. നമ്മൾ ആദ്യം കണ്ട 2 പ്രിന്റിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലാണ്. ബ്ലൂവിനകത്ത് പിങ്ക് കളറിലുള്ള പ്രിന്റുകളാണ്. ഇതിന്റെ തന്നെ 3 കളറും കൂടെ അവൈലബിൾ ആ. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്കിലാണ്. പിങ്കിനകത്ത് ഡാർക്ക് പിങ്കും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള പ്രിന്റുകളാണ് ഇതിനകത്ത് പോകുന്നത്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ ഗ്രീൻ കളറിനകത്തേക്കാണ് പോകുന്നത്. ഗ്രീനിനകത്ത് പിങ്ക് കളറിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. എല്ലാം ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറാണ്. ലാസ്റ്റ് കളറാണ് ഇന്നത്തെ വീഡിയോനകത്ത്. ഈ ഒരു പ്രിന്റിനകത്ത് ലാസ്റ്റ് കളറാണ്. ഇങ്ങനെയാണ് കേട്ടോ ഈ കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 3 ഡിസൈൻ കണ്ടു. 3 ഡിസൈനിൽ 4 കളേഴ്സ് വീതം കണ്ടു. 42 രൂപ പെർ മീറ്ററിൽ 42 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ലൈനിങ് ഇല്ലാതെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇങ്ങനെ ബോഡിയൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.